കഴിഞ്ഞ ദിവസം കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാലക് ചീര മേടിച്ചായിരുന്നു. ഒരു പിടി തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ നമുക്കത് കറി വയ്ക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് പരിപ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചീര ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് കുക്കർ അതിൻ്റെ ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. ഞാനേ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൈ കൊണ്ട് തേങ്ങ തിരുമാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തേങ്ങ ഇങ്ങനെ പൂളി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ഇതേപോലെ തേങ്ങ അരയ്ക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാനും ഇതുപോലെ തേങ്ങ പൂളി മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്യാൻ നോക്കി, അതിൻ്റെ ബ്ലേഡ് അങ്ങ് ഒടിഞ്ഞു പോയി. ഒരാഴ്ച എൻ്റെ അമ്മായിയമ്മ എന്നോട് മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടന്നെന്ന്. തേങ്ങ പൂളുന്നത് ചെറിയ പീസാക്കിയിട്ട് കുറേശ്ശെ ഇട്ട് അതിനകത്ത് കൃഷി ചെയ്ത് അങ്ങനെ കുഴപ്പം വരത്തില്ല കേട്ടോ. ഒന്നിച്ചിടുമ്പോഴാണ് ഇതെല്ലാം കൂടി കയറി ജാമായി ബ്ലേഡ് ഒടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പരിപ്പ് കറി റെഡിയായി കേട്ടോ. കടുക് പൊട്ടിച്ച് നമ്മൾ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വെന്തിരിക്കുന്ന പരിപ്പ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ചേർത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ചേർത്ത് ഉപ്പും നോക്കി അങ്ങ് എടുക്കണം. അത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് രാവിലത്തേക്ക് കഴിക്കാൻ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറി മോനുകുട്ടൻ ഇഷ്ടമാണ്. അതിനകത്ത് ലേശം ചീരയും കൂടി ഇട്ടെന്നല്ലേ ഉള്ളു. ആദ്യം എന്തോ മോനുകുട്ടൻ വിചാരിച്ചെന്നറിയാം, അതിനകത്ത് കുറേ മല്ലിയില വാരിയിട്ടേക്കുവാന്ന്. ചീര നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങിച്ച് കഴിച്ചു.